നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജും BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജും പത്രിക സമർപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ, LDF പ്രവർത്തകർ എന്നിവർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്വരാജിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് പിണറായി വിജയൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. LDF സർക്കാരിന്റെ പ്രവർത്തനം പൊതുവെ നാട് സ്വാഗതം ചെയ്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ ഇനിയും BJPയിൽ എത്തുമെന്നാണ് പത്രിക സമർപ്പിച്ച ശേഷം മോഹൻ ജോർജ് പ്രതികരിച്ചത്. ആര് തള്ളിപ്പറഞ്ഞാലും ജനങ്ങൾ തള്ളിപ്പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിലമ്പൂരിലേത് അനാവശ്യമായ തിരഞ്ഞെടുപ്പാണ് എന്നാണ് പത്രികാ സമർപ്പണത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആവർത്തിച്ചത്. LDFും UDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ NDA ആ വെല്ലുവിളി ഏറ്റെടുത്തു. വികസിത കേരളം, വികസിത നിലമ്പൂർ, അതാണ് BJP ലക്ഷ്യം. മോഹൻ ജോർജ് നിലമ്പൂരിന്റെ മകനാണ്. NDA ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പുതിയ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന സ്ഥാനാർത്ഥിയാണ് തേടിയത്. BJPയിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. നാടിന്റെ വികസനമാണ് ലക്ഷ്യം. പഴയ രാഷ്ട്രീയമാണ് മറ്റ് 3 സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BDJS ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച ചെയ്താണ് തീരുമാനം. LDF UDF സ്ഥാനാർത്ഥികൾ ആരെന്നറിയാനാണ് കാത്തിരുന്നത്. മണ്ഡലത്തിൽ BDJSന്റെ വോട്ട് എവിടെയും പോവില്ല. അത് കൃത്യമായി NDAയിൽ ചെല്ലുമെന്നും അദ്ദേഹം പറഞ്ഞു.